സർ, മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും എല്ലാം രേഖപ്പെടുത്തിയ വികാരത്തോട് ഞാൻ യോജിക്കുക. മൻമോഹൻ സിംഗ് മാറ്റങ്ങളുടെ ഒരു നായകനായിരുന്നു. സംസിദ്ധമായ ജീവിതത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു. വിഭജനത്തിന് മുമ്പുള്ള പഞ്ചാബിൽ ജനിച്ച് വാണിജ്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക ഉപദേഷ്ടാവും UGC അധ്യക്ഷനും കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രിയുമായും എല്ലാം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന് മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി. ലോകം മുഴുവനും ഇന്ത്യയുടെ പുതിയ നയം ഉച്ചത്തിൽ വ്യക്തമായി കേൾക്കട്ടെ. ഇന്ത്യ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. നമ്മൾ ജയിക്കും. പ്രതിസന്ധികൾ മറികടക്കും. തൻ്റെ കന്നി ബജറ്റ് പ്രസംഗത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകളാണിത്. അത് വെറുതെയല്ല എന്ന് കാലം തെളിയിച്ചു. വിമർശനങ്ങളെ തള്ളി ഇന്ത്യ ലോക നിലവാര സൂചികയിലേക്ക് ഉയർന്നപ്പോൾ അതിന് കരുത്തായി നിന്ന ക്രാന്തദർശിയാണ് നമുക്ക് നഷ്ടമായത്. റിസർവ് ബാങ്ക് ഗവർണർ, ധനകാര്യ സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷൻ, ധനമന്ത്രി തുടങ്ങി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ നിർവചിക്കുന്ന തന്ത്രപരമായ സ്ഥാനങ്ങളിലിരുന്ന അനുഭവ പരിചയമാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയത്. മുൻ പ്രധാനമന്ത്രി എന്നതിലുപരി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോളതലത്തിലെത്തിച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനെന്നാകും ചരിത്രം മൻമോഹൻ സിംഗിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധനായാണ് അദ്ദേഹത്തെ വിലയിരുത്തുക. ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം വളരെ ശോഷിച്ചിരുന്ന സമയത്താണ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി നരസിംഹറാവു 91 ധനകാര്യമന്ത്രിയാക്കുന്നത്. ആഗോള എണ്ണവില കുതിച്ചുയരുകയും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പയ്ക്കായി കരുതൽ സ്വർണം പോലും പണയം വെക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ രാജ്യത്തെ വീണ്ടെടുത്തു. ലൈസൻസ് രാജിന് അറുതി വരുത്തി. കയറ്റുമതി സബ്സിഡി നിർത്തി. രൂപയുടെ മൂല്യം താഴ്ത്തിയാണ് തീരുമാനമെടുത്തത്. ഇത് പരസ്പരം മത്സരിക്കുന്ന തരത്തിലേക്ക് വ്യവസായ മേഖലയെ മാറ്റി. അതുവഴി രാജ്യം പുതിയ ഉയരത്തിലേക്ക് ചുവടുവെച്ചു. ഇടത് പിന്തുണയോടെ 2004 UPA സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സൗമ്യനായ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പേരെടുത്തു. തുടർച്ചയായി 10 വർഷം രണ്ടാം UPA സർക്കാരിനെതിരെ വ്യാപക വിമർശനം ഉയർന്നെങ്കിലും ആരും മൻമോഹനെ അതിന് കുറ്റപ്പെടുത്തിയില്ല. ഇക്കാലയളവിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷാ പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങിയ ഒട്ടേറെ ക്ഷേമ പരിപാടികൾ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആവിഷ്കരിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് രാഷ്ട്രീയത്തിലെത്തുന്നത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പദത്തിന് വീണ്ടും എത്തുന്ന പ്രധാനമന്ത്രിയായി കൂടിയാണ് സിംഗിനെ അറിയപ്പെടുക. എൻ്റെ നേതാവ് ആരാധനായ KM മാണി സാറുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നപ്പോൾ കേരളത്തിൻ്റെ ധനമന്ത്രിയായിരുന്നു ശ്രീ KM മാണി. പല സാമ്പത്തിക തീരുമാനങ്ങളും കേരളത്തിന് അനുകൂലമായ രീതിയിൽ എത്തിക്കാൻ ഈ ഊഷ്മള ബന്ധത്തിന് സാധിച്ചു. 2003 കാലഘട്ടത്തിൽ തിരുവനന്തപുരം VJT ഹാളിൽ നടന്ന ചടങ്ങിൽ മാണിസാർ എഴുതിയ അധ്വാനവർഗ സിദ്ധാന്തവും രാഷ്ട്രീയ സാമ്പത്തിക പഠനങ്ങളും എന്ന പുസ്തകം പ്രകാശനം ചെയ്തതും ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് ഞാൻ സ്മരിക്കുന്നു. ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും രാഷ്ട്രനിർമ്മാണത്തിന് ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിവേകത്തിനും വൈവിധ്യത്തിനും സാക്ഷ്യപത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം എൻ്റെ പാർട്ടിക്കും അതോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഈ തരുണത്തിൽ അറിയിക്കട്ടെ.